പ്രിൻസിപ്പൾസ് ഭയങ്കര കടിച്ചു പിടിച്ചിരിക്കുമ്പോ എഴുത്തങ്ങനെ നടക്കണില്ല. ഇല്ല, റൂൾസ് ഞാൻ പറയുന്നത് റൂൾസ് എപ്പോഴും റൂൾസിനെ ഫോളോ ചെയ്യണമെന്നില്ല. റൂൾസ് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് റൂൾസ് എന്ന് പറയുന്നത്. അറിഞ്ഞിട്ടുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പുതിയ തരത്തിലുള്ള എക്സ്പെരിമെന്റും പുതിയ തരത്തിലുള്ള സിനിമകളും ഉണ്ടാകുന്നത്. പക്ഷെ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരു പരിധി വരെ വിശ്വസിക്കുന്നു. കാരണം സിനിമയ്ക്ക് എഴുതുക എന്ന് പറയുന്നതിന് വേറെ തന്നെ ഒരു ആർട്ടാണ്. അത് ഇപ്പോൾ നല്ല ഒരു സാഹിത്യം, ഒരു നോവലോ ഒരു കഥയോ എഴുതുന്ന പോലെയല്ല സ്ക്രീനിന് വേണ്ടി എഴുതുക എന്ന് പറയുന്നത്. അതിനൊരു ടെക്നിക്കൽ സൈഡ് ഒരുപാട് വേറെ തരത്തിലുള്ള ഇപ്പോൾ ഈ പറയുന്ന ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഴുത്തെന്ന് പറയുന്നത് വേറെ തരത്തിലുള്ളൊരു എഴുത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും റൂൾസ് ഫോളോ ചെയ്യണം. പക്ഷേ റൂൾസിന് വേണ്ടി മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ അതൊരു ഭയങ്കര ഒട്ടും ഓർഗാനിക്കായിട്ടുള്ളൊരു സിനിമയാവില്ല. ഭയങ്കര മെക്കാനിക്കൽ, നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, എന്തോ എഴുതാൻ വേണ്ടി ഭയങ്കര എൻജിനീയർഡ് സിനിമയായിട്ട് മാറും, ഒരു എഴുത്തായിട്ട് മാറും. അതിനൊട്ടും സോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ അത് രണ്ടും കൂടി ഒരു മിക്സ് വരിക എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രീതി. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ ജീവിതാനുഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ആകുമ്പോഴാണ് നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ വേറെ ഒരു ഇമാജിനേഷനേക്കാളും നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് പ്ലേ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ടെക്നിക്കാലിറ്റീസിനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു വേർഷനും സിനിമയിലേക്ക് എത്താൻ തോന്നുന്നു. സാർ, 100 കണക്കിന് തിരക്കഥകൾ കേൾക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ അഭിനയിപ്പിക്കാനായിരിക്കാം ശരി, അത് ആക്ട് ചെയ്യാനായിരിക്കും ശരി, ഇതിലെല്ലാം റിജക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വരിക. ഈ റിജക്ഷൻ സംഭവിക്കുന്നത് ഈ സിനിമ എവിടേക്കോ എടുത്തതായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണോ, അല്ല അതിലൊരു ഡിഫറൻറ്റും ഇല്ലാത്തതുകൊണ്ടോ USB ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, എല്ലാം ഇതിൻ്റെ അകത്ത് കാരണം തന്നെയാണ്. ഈ പറയുന്ന നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആയിരിക്കാം, നമ്മൾ കുറേ ക്ലീഷേഴ്സ് ഉണ്ടാവുമായിരിക്കും, അതൊരു റീസൺ ആയിരിക്കാം. അല്ലെങ്കിൽ അത് ആ സിനിമ എന്നുള്ള രീതിയിൽ വർക്കാവാത്തതുകൊണ്ടായിരിക്കും. ഈ പറയുന്ന അതിൻ്റെ അകത്തൊരു ടെക്നിക്കാലിറ്റി ഒന്നും ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ ഐഡിയ എക്സൈറ്റിംഗ് ആയിരിക്കില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ എനിക്ക് ആസ് എ ക്യാരക്ടർ അതിൻ്റെ അകത്തൊരു പ്രത്യേക കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ കഥേനെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കില്ല ഞാൻ എൻ്റെ ക്യാരക്ടറിനെ എടുത്ത് മാറ്റിയാലും ആ സിനിമ സംഭവിക്കും എന്ന് പറയുന്ന പോലത്തെ സ്ക്രിപ്റ്റുകളും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള റീസൺസും ഉണ്ട്. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഇതുകൊണ്ടാണ് ആ സിനിമ റിജക്റ്റ് ചെയ്യപ്പെടുന്നതെന്നൊന്നുമില്ല. അതിന് എല്ലാ കാരണങ്ങളും അതിൽ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് അർജുൻ എന്നാണ്. ഇവിടുത്തെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ഷോർട്ട് ഫിലിം ചെയ്യുന്നു, ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തു, അസിസ്റ്റ് ചെയ്യുന്നു, അടുത്തതിന് അസിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു, ഫസ്റ്റ് സിനിമ ഓണാക്കുന്നു. ഇതാണ് എഗെയിൻ ഒരു സാധാരണക്കാരുടെ സിനിമ മോഹം നിൽക്കുന്നത്. അപ്പോൾ എനിക്കറിയേണ്ടത്, ഞാൻ പല ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ സിനിമയെ പറ്റിയുള്ള നോളജ് വളരെ ലിമിറ്റഡ് ആയിരുന്നു, പിന്നെ ചെയ്താണ് കൂടുതൽ പഠിക്കുന്നത്. ആസ് എ ബിഗിനർ ഡയറക്ടർ ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ ഉണ്ടായ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയാണ്? റെട്രോസ്പെക്റ്റീവ്ലി ലുക്കിംഗ് ബാക്ക് എന്തൊക്കെ മാറ്റങ്ങൾ യു വുഡ് ഹാവ് മെയ്ഡ് ആസ് എ ഡയറക്ടർ ഇൻ യുവർ ഫസ്റ്റ് കപ്പിൾ ഓഫ് ഫിലിംസ്? എൻ്റെ ആദ്യത്തെ സിനിമയെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചാലും എത്ര പഠിച്ചാലും ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഇന്നസെൻസ് ഉണ്ട്. ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഒട്ടും പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയല്ല എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് സംഭവിച്ചത് നമുക്കൊന്നും അറിയാതെ ചെയ്തുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു കഥയുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള അന്നത്തെ പ്രായത്തിൻ്റെ ഇമ്മെച്യൂരിറ്റിയും അന്നേരത്തെ നമ്മുടെ ആലോചനകളും നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സും ആളുകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വളരെ ഓർഗാനിക്കലി സംഭവിച്ച ഒരു സിനിമയാണ്. നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്തൊരു സിനിമയാണ്. നമ്മുടെ ഉള്ളിലുള്ള കഥ പറയുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സോളുണ്ട്. ഞാൻ ആ സിനിമ ചെയ്യാൻ പോയാൽ ഞാൻ കോൺഷ്യസ് ആവും ചിലപ്പോൾ ആ സിനിമ ചെയ്യത്തേ ഇല്ല, അങ്ങനെ ഒരു ഐഡിയയും അങ്ങനെ ഒരു സിനിമയും. കാരണം ഇപ്പോൾ നമുക്ക് എന്തോ കുറച്ചുകൂടെ അറിയാമെന്നുള്ള ഒരു ധാരണയും അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും. ആ സിനിമേനെ ചിലപ്പോൾ നമ്മളൊരു നേരത്തെ പറഞ്ഞ ഒരു റൂൾ ബുക്കിലേക്ക്, ഒരു റൂൾ ടെംപ്ലേറ്റിൻ്റെ അകത്തേക്ക്, കുഞ്ഞിരാമായണം എടുത്ത് നോക്കി അങ്ങനെ ഒരു ടെംപ്ലേറ്റിലുള്ള ഒരു സിനിമയൊന്നും അല്ല അതൊരിക്കലും ഒരു സ്ക്രീൻ റൈറ്റിംഗ് ടെംപ്ലേറ്റ്സ് ഒന്നും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിനിമയല്ല. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ആ രീതിയിൽ വർക്കാവണമെന്നില്ല. പക്ഷെ ആ സിനിമയ്ക്ക് എവിടെയോ നമ്മൾ കണ്ട സിനിമകളുടെ ഇൻസ്റ്റിങ്ക്റ്റുകളിൽ നിന്നും നമ്മളുടെ ഇൻഫ്ലുവൻസസിൽ നിന്നൊക്കെ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അതൊരു ടെംപ്ലേറ്റ് ഉണ്ടായി ഒന്നും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ടെംപ്ലേറ്റ് ഒന്നും അല്ല. പക്ഷെ അത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ, താങ്ക്സ് ടു നമുക്ക് മുമ്പ് ചെയ്തിട്ടുള്ള സിനിമ പ്രവർത്തകരുടെയൊക്കെ നല്ല സിനിമകൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഭംഗി. എഞ്ചിനീയറിംഗ്, പിന്നെ കോർപ്പറേറ്റ് ജോബ്, അത് കഴിഞ്ഞിട്ട് സിനിമ. ഇപ്പൊ സിനിമയിലേക്ക് വരണം എന്നുള്ളൊരു ഐഡിയ എവിടുന്ന സ്റ്റാർട്ട് ചെയ്തത്? അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പ്രൊഫൈല് സേഫ് സെക്യൂർ ജോബിനകത്ത് നിന്ന് സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ
എന്തൊക്കെയാണ് ഒരു സെൽഫ് പ്രിപ്പറേഷൻസ് എടുത്തത്? കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ സക്സസ് ആവുമോ അല്ലെങ്കിൽ സിനിമ ചെയ്യുമോ എന്ന് അറിയത്തില്ല. ഇവിടെ ഒരു സേഫ് ജോബാണ് കയ്യിലിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അൺകൺസിസ്റ്റന്റ് ആയിട്ടൊരു സിറ്റുവേഷനിലേക്ക് ഇറങ്ങുമ്പോൾ സെൽഫ് പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? സെൽഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ കൂടുതലൊന്നും ആലോചിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങുവാണ്, അത്രേ ഉള്ളൂ. ഇത് നടന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആ സമയത്ത് എന്തുകൊണ്ട് സിനിമയിലേക്ക് വന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കുറേ ഇങ്ങനെ നന്നായിട്ട് കഥ പറയാൻ അറിയാം. കൂട്ടുകാരൊക്കെ കൂടുമ്പോഴൊക്കെ എല്ലാവരുടെയും നടുക്കിരുന്ന് കഥ പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം. അത് എന്ത് മാധ്യമത്തിലൂടെയാണെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ വേറെന്ത് മാധ്യമമാണുള്ളത്, എഡ്യൂക്കേഷൻ വഴി എന്തെങ്കിലും കയറി പറ്റാവോ എന്നൊക്കെ പല രീതിയിലും ആലോചിച്ചു. പല ക്യാറ്റും അതും ഇതൊക്കെ എഴുതി ഇങ്ങനെ മൈക്ക എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. ഈ പറയുന്ന ഈ മൂവി മാനേജ്മെൻറ്റ്, ഫിലിം പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ, അതുവഴിയൊക്കെ വന്നിട്ട് സിനിമയിൽ വരാമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായില്ല. വേറെ എന്ത് വഴിയാണ്, എന്ത് രീതിയിലാണ്, എന്ത് മാധ്യമത്തിൽ കൂടെയാണ് എനിക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്? ഞാൻ എൻ്റർടൈനർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചിലപ്പോൾ അപ്പോൾ അതിൽ എനിക്ക് അപ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിംസ്, തമിഴിലൊക്കെ ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് തരംഗമാകുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കമേഴ്ഷ്യൽ ഷോർട്ട് ഫിലിംസ് മലയാളത്തിൽ എടുക്കാം, ചിലപ്പോൾ അതിനൊരു സാധ്യത ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് ഡയറക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഷോർട്ട് ഫിലിംസിലേക്ക് വന്നത്. അപ്പോൾ അത് യൂട്യൂബിൽ ആ സമയത്ത് യൂട്യൂബിൽ ഇത്രയും ട്രെൻഡിങ്, അന്ന് യൂട്യൂബ് ഇത്രയും പോപ്പുലർ ഒന്നും ആയിരുന്നില്ല. ഇൻ്റർനെറ്റൊക്കെ അത്രയും ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്ന സമയമായിരുന്നില്ല. നമ്മുടെ മൊബൈൽ ഡാറ്റയൊന്നും ഇങ്ങനെ 4G 2G ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യൂട്യൂബിലേക്ക് ആ ഷോർട്ട് ഫിലിം ഇറക്കിയപ്പോൾ അതിന് അത്യാവശ്യം വ്യൂവേഴ്സും ആൾക്കാരും ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള, ചിലപ്പോൾ കഥ പറയുക എന്നുള്ളതായിരിക്കും എൻ്റെ വേ ഓഫ് എൻ്റർടൈനിങ് പീപ്പിൾ എന്ന് അന്ന് ഒരു തോന്നലുണ്ടായി. പിന്നെ അങ്ങനെ അതിൽ നിന്ന് സംവിധാനത്തിലേക്ക് വന്നു. ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ സിനിമ പരാജയപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും, ഇനി ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്യും, എൻ്റെ കരിയർ എന്തായി മാറും, ഞാനിനി നല്ലൊരു ജോലി രാജിവെച്ചിട്ട് എഞ്ചിനീയറിംഗിൽ നിന്നും നല്ലൊരു കോളേജിൽ പഠിച്ചു, നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, നല്ല ശമ്പളമുണ്ട്, വീട്ടുകാരും ഹാപ്പി, എല്ലാവരും ഹാപ്പി, നാട്ടുകാരും ഹാപ്പി, ആർക്കും കുറ്റം പറയാൻ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ആ ജോലി രാജിവെച്ചിട്ട് സിനിമയിലേക്ക് പോയിട്ട് അതിൽ ഗതി പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇങ്ങനത്തെ സിനാരിയോ ഒക്കെ ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇപ്പോഴേ ഇത് ചെയ്യാനുള്ള സാഹചര്യം ഉള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യുക, പിന്നെ റിഗ്രറ്റ് ചെയ്യരുത് ഒരിക്കലും. അത് ഞാൻ ശ്രമിച്ചില്ലല്ലോ എന്നൊരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ കൂട്ടുകാരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. അവരും എനിക്ക് ജോലി ചെയ്യാറുള്ള സമയത്ത് എനിക്ക് പൈസ തരികയും കടം തരികയും ഒക്കെ ചെയ്തതൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ അവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരാരും ഇങ്ങനെ വലിയ ആലോചിക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഒരുപാട് ബുദ്ധിജീവികളുടെ ഇടയിലല്ലായിരുന്നു ഞാൻ വളർന്നു വന്നത്. അപ്പം അതുകൊണ്ട് അവരൊക്കെ നീ പോളയാ, നീ സിനിമ എടുത്തിട്ട് വേണം എനിക്ക്, അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന കൂട്ടുകാരായിരുന്നു എല്ലാവരും. അപ്പം അതുകൊണ്ട് ആരും എന്നെ ഉപദേശിക്കാൻ വന്നില്ല. ഞാനപ്പോൾ നേരെ അങ്ങ് ഇറങ്ങി തിരിച്ചു ഇറങ്ങി, അത്ര പിന്നെ അതങ്ങനെ സംഭവിച്ചു. അതാണ്. പ്രിയമത കാതരയാണ് മുതൽ പൊന്മാൻ വരെയുള്ള കലാജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ കലാപരമായി ഷോർട്ട് ഡിവിഷനുകളിൽ ഉണ്ടായ മാറ്റങ്ങളും അറിവിൻ്റെ വികാസവും കലാപരമായ സന്തോഷവും, ഇതൊന്ന് ചുരുക്കി ഒന്ന് പറയാമോ? കുറച്ചധികം 10 മിനിറ്റ് അല്ല, അതിലൊരു ഭയങ്കര എന്താ പറയുക, ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ്. സിനിമ എടുക്കുക എന്നുള്ളതാണ്. സിനിമയിലേക്ക് വന്നിട്ട് ഒരു 1-2 സിനിമ കഴിഞ്ഞപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് സിനിമ പഠിക്കുക എന്നുള്ളതിലേക്ക് എക്സൈറ്റ്മെൻറ്റ് ഷിഫ്റ്റായി എന്നുള്ളതാണ് എനിക്ക് സിനിമ എന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംഭവിച്ചിട്ടുള്ള ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട്. ഇപ്പോഴും എനിക്ക് സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എക്സൈറ്റ്മെൻറ്റ്. അതിൽ നിന്ന് ഇപ്പോൾ സിനിമ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സിനിമ കാണാൻ മതി, സിനിമ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. സിനിമേനോട് നമ്മളൊരു പോയിന്റിൽ ഒരു പ്രൊഫഷൻ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. നമ്മളിത് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത്, നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വേറൊരു കമ്പനിയിലോ വേറൊരു ജോലിയിലോ ഒരു IT കമ്പനിയിലോ ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ആർക്കോ വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ആർക്കോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു എംപ്ലോയിനെ പോലെ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു പോയിന്റിൽ നമ്മളൊരു പ്രൊഫഷനിൽ നമ്മൾ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ നമ്മൾ ജോലി ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. അവിടെ നമ്മൾ ഊണോ ഉറക്കോ, നമ്മുടെ ഒരു സമയത്തിനും നമുക്ക് വീക്കെൻഡ്സ് ഇല്ല, അവധി ദിവസങ്ങളില്ല. നമ്മൾ എല്ലാ ദിവസവും
നമുക്ക് വേണ്ടി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ഭയങ്കര സ്വീറ്റ് സ്പോട്ടുണ്ട്. അത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന സിനിമ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. അതെനിക്ക് ഏതോ ഒരു പോയിന്റിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടെത്താൻ പറ്റിയതാണ് എന്നെ ആക്ടർ എന്നുള്ള രീതിയിലും എന്നെ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ എന്താ പറയുക കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും അത് തന്നെയാണ്. ഞാൻ ഒരു കംഫർട്ട് സോണിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് ഒരു ടെംപ്ലേറ്റിൻ്റെ അകത്ത് തന്നെയുള്ള കുറേ സിനിമകൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ ആസ്പിറേഷൻസ് ഞാൻ വലുതാക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയും ഇത്രയും കുറേ പോകാനുണ്ട്, ഇനി ഒരുപാട് ബിഗർ തിങ്സ് ടു ഡു, ലാർജർ തിങ്സ് ടു ഡു, ലോങ് വേ ടു ഗോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊരു ആത്മാർത്ഥത കുറവുമില്ല, സത്യസന്ധമായിട്ട് അതിനുവേണ്ടി തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു പഠനത്തിന് നമുക്ക് ഒരിക്കലും ബോറടി അല്ലാത്തൊരു പോയിന്റിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇതിൻ്റെ അകത്തുള്ള വ്യത്യാസം. ആ പ്രിയമത കാതരയാണോ എന്നും പൊന്മാനിൽ വരെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വ്യത്യാസം ബുദ്ധി ഉള്ളിടത്തോളം കാലം സിനിമ പഠിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാം, അതിനങ്ങ് അവസാനിപ്പിക്കാതെ, കാരണം എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കുന്നു. ചോദിച്ചോളൂ. നമസ്കാരം മിസ്റ്റർ, എൻ്റെ പേര് നവനീത്. അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ കുഞ്ഞിരാമായണത്തിൽ ആദ്യമായിട്ടാണല്ലോ പോയി ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് പറഞ്ഞു കേട്ടത് ക്ലാപ്പ് പിടിച്ച് മാത്രം നടന്ന ഒരു പരിചയം മാത്രമേ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് സെറ്റിൽ. അപ്പോൾ ആ പടം ചെയ്തപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചലഞ്ച്, അതുപോലെ തന്നെ ചേട്ടനിപ്പം മിന്നൽപുഴ എടുത്തതിന് ശേഷം ആക്ടിങ്ങിലായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ചേട്ടൻ ആക്ടർ എന്ന നിലയ്ക്ക് അത് ചേട്ടൻ്റെ ആ ഡയറക്ഷണൽ ഇതിൽ എങ്ങനെയാണ് അതിനെ എന്താ പറയുന്നത് സഹായിച്ചത്, അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യാൻ സഹായിച്ചത് എന്നുള്ള രീതി? ആദ്യത്തെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഒട്ടും ചലഞ്ച് ഇല്ലാതിരുന്ന സിനിമ ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് നല്ലൊരു കഥ എഴുതുക, നമ്മളത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇനിയും വരാൻ പോകുന്ന അടുത്ത സിനിമയിലേക്കായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ചലഞ്ച് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ സിനിമയിൽ ചലഞ്ചിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഏറ്റവും ഈസി ആയിട്ടും സന്തോഷത്തോടെയും ഷൂട്ട് ചെയ്ത സിനിമ ആദ്യത്തെ സിനിമയാണ്. പിന്നെ ഒരിക്കലും അത്രയും സന്തോഷത്തോടെ ഒരു സിനിമയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള പ്രഷറും റെസ്പോൺസിബിലിറ്റിയും ടെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന സിനിമകളുടെ അതിൻ്റെ ടെക്നീഷ്യൻസുമായിട്ടുള്ളൊരു കൊളാബറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ഫീഡ്ബാക്കുകളും ഇപ്പോൾ ചില അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ അതിൻ്റെ ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് എങ്ങനെ ഫീഡ്ബാക്ക് പറയുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ, അല്ലെങ്കിൽ അവരതെങ്ങനെ ആലോചിക്കുന്നു. നമ്മൾ കഥ കേൾക്കുമ്പോൾ, ഒരു സ്ക്രിപ്റ്റ് നരേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സിനിമയുണ്ടാവും. ചിലപ്പോൾ അവരതുപോലെ തന്നെയുള്ളൊരു സിനിമയായിരിക്കും അവരെടുക്കുന്നുണ്ടാവുക, ചിലപ്പോൾ അതിലും മികച്ചൊരു സിനിമയായിരിക്കും അവരതെടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പ്രോസസ്സുണ്ട്. ഇതെല്ലാം ഒരു ലേണിംഗ് ആണ്. അപ്പോൾ ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു ആക്ടറിൻ്റെ അടുത്ത് ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് പറയണം എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഇവരെന്നൊക്കെ ഉള്ള ലേണിംഗ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പൊന്മാനാണെങ്കിലും റാവൻകൂട്ട് ഷാപ്പാണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും ജയജയഹി ആണെങ്കിലും ഇതിലൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡയറക്ടേഴ്സാണ്. അവർക്കൊക്കെ ഓരോ രീതികളുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആസ് എ ഡയറക്ടർ ഓൾസോ. നമുക്ക് അടുത്തത് ഇനി ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുന്നതിന് ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കാലിറ്റി ഷോർട്ട് ഡിവിഷനും മാത്രമല്ല, പെർഫോമൻസസും അവരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും. ഒരു ആക്ടറിനെ അയാളുടെ ടെംപ്ലേറ്റിനനുസരിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആക്ടറിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് ആക്ടർ പോലും കണ്ടിട്ടില്ലാത്ത സൈഡ് ഓഫ് ആക്ടേഴ്സിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും ചലഞ്ചിങ്ങും എന്നാൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു രീതി. അപ്പോൾ അത് പലരും ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത് ഞാൻ അഭിനയിച്ച സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. താങ്ക് യു. അടുത്ത ഡയറക്ഷനിൽ വല്ല ഫിലിം ഉടനെ പ്രതീക്ഷിക്കാവോ? അത് എഴുത്ത് നടക്കുന്നു, ഞാനും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.